വീണ്ടും വീണ്ടും വാങ്ങിച്ച് കഴിച്ച നമ്മുടെ സോയ കോഫ്തയാണിത്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തില് ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ഇന്നൊരു സോയ മലായി കോഫ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇതിനകത്തേക്ക് സോയ പിഴിഞ്ഞ് അതിനകത്തേക്ക് ഇട്ടു. പിന്നെ കുറച്ച് സവാള ഇട്ടു, പച്ചമുളക്, ഇഞ്ചി, കൊറിയാൻഡർ ലീവ്സ് ഇത്ര ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഇത് ഇട്ടപ്പോൾ അത് വീഡിയോയിൽ വന്നില്ല, അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഒരുവിധം ഒന്ന് ചോപ്പ് ചെയ്തേക്കണതാണ്. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ്, ജീരകപ്പൊടി, ജീരകം, ഒരൽപ്പം കുരുമുളക്, ഒരൽപ്പം ഗരം മസാല. ഇനി വേണ്ടത് ഇച്ചിരി കടലമാവാണ്. കടലമാവ് ഇട്ട് കൊടുത്താലേ നമ്മൾ ബോളാക്കുമ്പോൾ അത് ശരിക്കും കിട്ടുള്ളൂ. ഇത്ര ഇട്ട് കൊടുത്ത് ഇതൊന്നോടെ ഒന്ന് നല്ലതായിട്ട് ചോപ്പ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അതെല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെറിയ ബോളുകളാക്കി എടുക്കാം. അതെല്ലാം ഞാനിങ്ങനെ ബോളുകളായിട്ട് ഉരുട്ടിയെടുത്തു. ഇനി നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ ഞാനൊരു പാത്രം അടുപ്പേ വെച്ചു. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഉള്ളി ഒരു കഷ്ണം, ചെറിയ ഇഞ്ചി, 2 പച്ചമുളക് അത്ര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു കാഷ്യൂവും കൂടെ. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണ വരെ നമുക്ക് ഇടാം. ഒന്ന് വാടി വരട്ടെ. ഇതിനകത്തേക്കൊരു ചെറിയൊരു കഷ്ണം പട്ടയും ഇച്ചിരി ജാതിപത്രി അതും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് നല്ല ഒരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇത്രയും മതി. നമുക്കിതിനെ കോരി മാറ്റിയിട്ട് ആറുമ്പോൾ ഇതിനെ അരച്ചെടുക്കാം. നമ്മുടെ ഉള്ളി ഒന്ന് തണുത്ത് വരുന്ന നേരം കൊണ്ട് ഇന്നത്തെ ആത്മീയ ഭക്ഷണം എന്താ നിങ്ങളുടെ ഒന്ന് ചിന്തിക്കാം. 1 യോഹന്നാൻ 3:6 ഇപ്രകാരം പറയുന്നു: യേശുവിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ യേശുവിനെ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയും കർത്താവ് ഉള്ളത്തിൽ വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും പരിശുദ്ധാത്മാവ് നീതിയെയും ആ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം എപ്പോഴും വരുത്തും. അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് പാപം ചെയ്യുവാൻ സാധിക്കില്ല. അതല്ലാത്ത വ്യക്തികളൊക്കെ പാപം ചെയ്താൽ അതൊക്കെ പാപമാണെന്ന് തോന്നുകയില്ല. അപ്പോൾ ഇങ്ങനെ കർത്താവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഈ കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുകയും ആ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ളവരെ ലീഡ് ചെയ്യുവാൻ എന്തൊക്കെയാണ് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഈ കോഫ്ത നമുക്ക് വറുത്ത് കോരി എടുക്കണം. അപ്പം അതിനോരോന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കണം. ഇവിടെ ഞാൻ ആ ഉള്ളി വഴിക്ക് പാത്രം തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന അതിൽ അല്പം എണ്ണയുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു പട്ട, ഒരു ചെറിയ കഷ്ണം മതി, ചെറിയ കഷ്ണം പട്ട, ഒരേലയ്ക്ക് അത്ര ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇതൊക്കെ വറുത്ത് കോരി വെച്ചതാട്ടോ. ഇത് കാണിച്ചോ. ഇനി പട്ട ഗ്രാമ്പിലേക്ക് ഒരൽപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിട്ട് കൊടുത്ത് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം.
ഇനി അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര്, ഒട്ടും പുളിയില്ലാത്ത തൈരാണ്. അത് നമുക്കൊന്നങ്ങ് ഇതായിട്ട് ചേർക്കാം മിക്സ് ചെയ്തിട്ട്. ഇനി അതിലേക്ക് ഒരല്പം ഇത് കഴുകി വെള്ളം കൂടെ ഒഴിക്കാം. ആ കൂടെ ഒരല്പം വൈറ്റ് പെപ്പർ പൗഡർ ഒരു 1/4 ടീസ്പൂൺ, ഒരല്പം ഗരം മസാല ആയിട്ടിനി ഒന്നങ്ങ് തിളച്ച് വരട്ടെ. ഇപ്പം തിളച്ച് വന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മുടെ കോഫ്ത വർക്ക് ചെയ്താം. ഇപ്പോൾ നമ്മുടെ കോഫ്തയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത്തിരി ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പം കുറച്ച് കസൂർ മേത്തി അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ പാത്രത്തിലേക്ക് കോരി ഇട്ടേ. അപ്പോൾ സോയ കൊണ്ട് ഇതുപോലെ നിങ്ങൾ നല്ലൊരു മലായി കോഫ്ത ഉണ്ടാക്കി വിരുന്നുകാർക്കും കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെ കർത്താവിൻ്റെ വിസ്താരമേറിയ ചെറുകനടിയിൽ നമ്മെ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.